ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു മാസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വെസറക്സിന്റെ അപ്ഡേറ്റ് എന്താണ് പറയൂ, അതെന്താണ് നിങ്ങൾ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു അപ്ഡേറ്റും പറയാനില്ല. നിങ്ങൾ ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വെസറക്സിന്റെ അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റയർ കമ്മ്യൂണിറ്റി തന്നെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അപ്ഡേറ്റും ഇല്ല എന്ന് കണ്ടപ്പം അവരിൽ നിന്നും ഒരു അപ്ഡേറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് തരാമെന്ന് എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഓരോ ഗോസിപ്പിൽ അവരിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫോമോ ക്രിയേറ്റ് ചെയ്തിട്ടോ നിങ്ങളെ പാനിക് ആക്കിയിട്ടൊന്നും കാര്യമില്ല. പ്രോപ്പർ അപ്ഡേറ്റ് വെസറക്സിന്റെ ഭാഗത്ത് നിന്ന് വരാത്തതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ഒന്നും ചെയ്യാഞ്ഞത്. പക്ഷെ അതിൻ്റെ ഒപ്പം ഞാൻ വേറെ കുറേ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ലിറ്ററലി എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വർക്ക് റിലേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ് പോലെ സെപ്പറേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ലൈക്ക് ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ ഈ ഓൾറെഡി വെസറക്സിനെ കുറിച്ചുള്ള കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ 2 ദിവസം മുൻപാണ് വെസറക്സിന്റെ ഒരു അപ്ഡേറ്റ് അവർ ട്വീറ്റ് ചെയ്തത്. നിങ്ങൾ തന്നെ ട്വിറ്ററിനകത്ത് പ്രൊഫൈലിനകത്ത് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വെസറക്സിന്റെ ഈ ഒരു പേജിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ അടുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. വെസറക്സിന്റെ ലാസ്റ്റ് പോസ്റ്റ് വന്നേക്കുന്നത് സെപ്റ്റംബർ 19 തീയതിയാണ്, 21 തീയതിയാണ്. അതിന് മുമ്പ് വന്നത് സെപ്റ്റംബർ 3 തീയതിയാണ്. അതിനുശേഷം ഓഗസ്റ്റ് 18 തീയതിയാണ്. കാരണം വെസറക്സിന്റെ ഒഫീഷ്യൽ പേജിൽ പോലും ഒരു കൺഫർമേഷൻ ഇല്ലാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പാനിക് ആക്കണിൽ അർത്ഥമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. അപ്പം ഈ 19 തീയതി വന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ദിവസം ഇവർ അപ്ഡേറ്റ് തരാണ്ട് 19 തീയതി വന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കോർട്ട് ഹിയറിംഗ് ഉണ്ടായിരുന്നു സിംഗപ്പൂരിനകത്ത്. പക്ഷേ സിംഗപ്പൂർ കോർട്ടിന് ഹിയറിംഗ് ഉണ്ടായിട്ട് പോലും അവരത് അലോ ചെയ്തില്ല. കാരണം ഇവർ അഫിഡവിറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യണം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് ഒക്കെ ഇതിന്റെയൊക്കെ റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് ക്രിപ്റ്റോ ചാർഗിന്റെ പേജിൽ കാണാൻ പറ്റുന്നുണ്ട്. relevant non parties, ഇവിടെ വെസറക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, filed a half baked affidavit that didn't even meet high court's own decision directions. അതായത് ഒരു അഫിഡവിറ്റ്, സത്യവാങ്മൂലം പോലെ ഒരു സംഭവം ഇവർ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു വെസറക്സ്. ഒരു മാസത്തോളം ഇവർ വെയിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത സാധനം ഒന്നും പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ അല്ല എന്നുള്ളത് കൊണ്ട് കോർട്ട് വീണ്ടും ഇത് നീട്ടിക്കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പം അത് പറഞ്ഞേക്കണത് ഇപ്പം ഇനി 19 തീയതി ഓർഡർ ചെയ്തേക്കണെന്ന് വെച്ചാൽ സെപ്റ്റംബർ 19 തീയതി കോർട്ട് ഹാഡ് ടു ഓർഡർ ദം ഗോ ബാക്ക് ആൻഡ് റീഡു ഇറ്റ്. അത് ഈ അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്തതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും ഇല്ല. കാരണം ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾസ് എന്താണ്, ഇന്ത്യയിലെ ഈ ഇങ്ങനത്തെ സംഭവങ്ങളിലെ റെഗുലേഷൻസ്, അവർ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. സോ അങ്ങനത്തെ പ്രോപ്പർ ഒന്നും ഇല്ലാത്ത ഒരു അഫിഡവിറ്റ് ആണ് ഇവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് നിങ്ങൾ പോയിട്ട് സെപ്റ്റംബർ 22 തീയതി നാളേക്കുള്ളിൽ ഈ സംഭവം ചെയ്യണം. എന്നിട്ട് 26 തീയതിക്ക് മുമ്പ് ഓൺലി ദെൻ സെറ്റ് ഐ ഗെറ്റ് ടു റിപ്ലൈ. സെപ്റ്റംബർ 22 ആണ് ബോത്ത് സൈഡ്സ് പുഷ് ഇൻ ദർ സബ്മിഷൻ ബൈ 26 തീയതി. അത് ഈ വരുന്ന 26 തീയതിക്ക് മുമ്പ് തിരിച്ച് വീണ്ടും ഇവർ അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പുതിയ ഹിയറിംഗ് ഡേറ്റ് ഇല്ല, ഒരു പ്രോഗ്രസ് നടന്നിട്ടില്ല. ഈ ഒരു മാസമായിട്ട് എന്താ വെസറക്സ് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാതി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അഫിഡവിറ്റ് കോർഡിനകത്ത് ഇതാണ് ഞങ്ങളുടെ സത്യവാങ്മൂലം എന്ന് പറഞ്ഞാണ്. അവർ അതിനകത്ത് പോലും കുറച്ച് ജെന്യൂനിറ്റി കാണിച്ചെങ്കിൽ നല്ല രീതിയിലൊരു റിജക്ഷൻ ഇല്ലാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള അഫിഡവിറ്റ് ആണോ അവർ സബ്മിറ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി സിംഗപ്പൂർ കോർട്ടിന്റെ റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അഫിഡവിറ്റ് ആയിരുന്നെങ്കിൽ ആ ഒരു റിജക്ഷൻ വരില്ലായിരുന്നു. അവർ എന്തെങ്കിലും കാണിക്കട്ടെ ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴും വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. ഇനിയിപ്പം 26 തീയതിക്ക് മുൻപ് ഇവർ അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഈ എൻഡ് ഓഫ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് വീണ്ടും ഒരു ഹിയറിംഗ് ഉണ്ടാവാമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ആ അഫിഡവിറ്റിന്റെ ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ ഓക്കെയാണ് കോർട്ടിന്, സിംഗപ്പൂർ കോർട്ടിന് ഓക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനുശേഷമായിരിക്കും ഫർദർ ഹിയറിംഗ്സ് ഉണ്ടാവുക. സോ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വെസറക്സിന്റെ അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും വിരിച്ചു വാരി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത്. ഞാൻ മറന്നിട്ടില്ല, വെസറക്സിന്റെ അപ്ഡേറ്റ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റ് എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അതാണ് ഞാൻ ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതേ ഒരു സമയത്ത് ഞാൻ വേറെ ഒരു സംഭവം, വെസറക്സിന്റെ അല്ലാതെ ഒരു കാര്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ $19, ഏകദേശം 1800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയും. ഞാൻ മുൻപും ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് XYBit എന്ന് പറഞ്ഞുള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ട്, അത് നിങ്ങൾക്ക് $1000 അക്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനാണ് 2 ലെവൽസ് ഉണ്ട്. $19 നിങ്ങൾ പേ ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒരു $20 കൂട്ടും, ഇങ്ങനെയൊക്കെ $20. അത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ UPI വെച്ചോ ഏത് രീതിയിലും പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു $19 ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 26 തീയതി വരെ ഉള്ളൂ കേട്ടോ, ഈ ഒരാഴ്ച വരെ ഉള്ളൂ ഓഫർ. അപ്പം അതൊരു സ്പെഷ്യൽ അക്കൗണ്ട് ആണ്. സാധാരണ എവിടെയും ഫണ്ടഡ് അക്കൗണ്ടിൽ 20-30 താഴെ പ്രൈസ് ഇല്ല. അപ്പോൾ ഇത് ഒരു $19 നിങ്ങൾക്ക് UPI വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് $1000 അക്കൗണ്ട് കിട്ടും. 2 സ്റ്റേജ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള പ്രോഫിറ്റ് ഇങ്ങനെ മാസം അല്ലെങ്കിൽ വീക്കിലി വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ അക്കൗണ്ട് തുറക്കണമെങ്കിൽ ലേറ്റ് ആകണ്ട, $19 പോകുന്നുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് നമ്മളൊരു BTC അല്ലെങ്കിൽ എത്തിരി ഒരു വലിയ വാൾട്ടായിട്ട് വന്ന $19 പോകുന്നതാണ്. അപ്പോൾ ഈ $19 നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് $1000 ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അതിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആക്സസ് ഡിനൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്ലാറ്റ്ഫോം കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് അതിന് മൊബൈൽ ആപ്പ് ഇല്ല, ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രൗസറിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ബ്രൗസറിനകത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാം. മീൻസ് ഈ വെബ്സൈറ്റ് ഫോണിൻ്റെ ബ്രൗസറിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇൻ്റർഫേസ് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ $19 അക്കൗണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അതിലൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $19 അക്കൗണ്ട് വാങ്ങാൻ പറ്റും. $1000 കിട്ടുന്നത്. UPI വെച്ചൊക്കെ പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതിലൂടെ വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവരുടെ ഏജൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻസ്, നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ തീർത്തു തരാൻ ശ്രമിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ് വെസ്റ്ററെക്സ് അപ്ഡേറ്റും ഈ XY ബിറ്റിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റും കൂടി കിട്ടിയപ്പോൾ ചെയ്തതാണ്. വേറെ നല്ലൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.